ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ കൂടോത്രം എന്ന് പറയുന്നത് തന്നെ ഒരു ഗൂഢതന്ത്രമാണല്ലോ, അതായത് നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജിയിൽ ബ്ലാക്ക് മാജിക്കിൽ വിശ്വസിക്കുന്ന ആളുകൾ കൂടി വരുന്നത് കേരളത്തിന് അത്ര നല്ലതാണോ ശ്രീഹരി പത്തനാപുരം? തീർച്ചയായിട്ടും അല്ല. ഇങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, പ്രത്യേകിച്ച് സമ്പന്നർ. പാവങ്ങൾക്ക് ഇതൊന്നും ചിന്തിക്കാൻ സമയമില്ല സുജയ. അവർക്ക് അന്നന്നത്തേടെ എങ്ങനെയെങ്കിലും കഴിയണം എന്നുള്ളതാണ്. ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ബഹുമാനനായ ജി സുധാകരൻ അദ്ദേഹം ഇതിൽ ശരിക്കും പറഞ്ഞ ഒരു നിരപരാധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം പെട്ടുപോയി. സത്യത്തിൽ എനിക്ക് അദ്ദേഹത്തെ ഞാൻ ആരാധനയോട് കണ്ട ആളാണ്. ഇത്രയും ധൈര്യശാലിയായിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം നടക്കുന്നത് കണ്ടാൽ തന്നെ നമുക്കൊരു ആനയൊക്കെ ഇങ്ങനെ വരുന്നത് പോലെ തോന്നുന്ന ഒരു മനുഷ്യൻ വെറും ഒരു കൂടുപാത്രത്തിന്റെ മുമ്പിൽ അദ്ദേഹം പേടിച്ചു പോയി എന്ന് പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ഒരു വല്ലാത്തൊരു ഇത് തോന്നുകയാണ്. കാരണം അങ്ങനെ അദ്ദേഹത്തെ ഭയപ്പെടുത്തിയതാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ബഹുമാന്യനായ KPCC പ്രസിഡന്റ് അദ്ദേഹം അറിയുന്നെങ്കിൽ ഇത് പരാതി കൊടുക്കണം. കാരണം എങ്ങനെയാണ് ഈ തന്ത്രി ഇത് തന്ത്രിമാരുടെ ജോലിയൊന്നുമല്ല. ഇത് ബ്രാഹ്മണനാണോ എന്ന് എനിക്കറിയില്ല, അവർ ചെയ്യുന്ന ജോലിയല്ല ഇത്. അദ്ദേഹം ഇത് എടുത്തു എന്ന് പറയുന്നതിൽ തന്നെ തെറ്റാണ്. അദ്ദേഹം പ്രതിക്രിയകൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇതിന് പരിഹാരം ചെയ്തു എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാം. ഇത് എങ്ങനെ പോയി എടുത്തു എന്നുള്ളത് അദ്ദേഹം അങ്ങനെയാണെങ്കിൽ തുറന്നു പറയേണ്ടത് അത്യാവശ്യമാണ്. ഇതൊരു കൈയടക്കമാണ് സുജയ, ഒരു മാജിക് ആണ്. ഞാൻ പറയും, ക്ലിഫ് ഹൗസിൽ നിന്ന് വേണമെങ്കിൽ ഞാൻ കൂടുപാത്രം എടുത്തു തരാം, ഇത്രയും പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ള ക്ലിഫ് ഹൗസിൽ നിന്ന്. പക്ഷേ മുതുകാടിനെയോ അല്ലെങ്കിൽ പേപ്പർ എന്റെ സുഹൃത്ത് ഫാസിൽ ബഷീറിനെയോ വല്ലതും കൂടെ തന്നാൽ കൈയടക്കമാണ്. നമ്മുടെ മുമ്പിൽ മജീഷ്യന്മാർ കാണിക്കുന്ന ഒരു കൈയടക്കം കണ്ടാൽ നമ്മൾ വിശ്വസിക്കുക. ശരിക്കും പറഞ്ഞാൽ മുതുകാടിനൊക്കെ വലിയ ഒരു മാന്ത്രികനായി മാറാൻ വേണ്ടി കഴിയും ഇങ്ങനെയാണെങ്കിൽ. ഇത് സാധാരണക്കാരെ വിശ്വാസിയുടെ കാര്യം ഞാൻ പറയാം. ഒരു ജ്യോത്സ്യനെ സമീപിക്കുമ്പോൾ, ദുർമന്ത്രവാദം ചെയ്യുന്ന ആളെ സമീപിക്കുമ്പോൾ അയാളോട് പറയുന്നു, നിങ്ങളുടെ മകളുടെ വിവാഹം മുടക്കാൻ ഒരാൾ ആഭിചാരം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവർ ചോദിക്കുന്നത് ആരാണെന്ന് ചോദിക്കും. അപ്പൊ അദ്ദേഹം പറയും ഒരു സ്ത്രീയാണ്. ആരാണെന്ന് പറയില്ല, ഒരു സ്ത്രീയാണ്. അപ്പൊ എന്നിട്ട് ഇവര് വീട്ടിൽ ചെല്ലുമ്പോൾ അന്ന് അടുത്ത ബന്ധത്തിലുള്ള ഏതൊരു സ്ത്രീ ഫോൺ ചെയ്ത് നിങ്ങൾ മകളുടെ കല്യാണം എന്തായെന്ന് ചോദിച്ചാൽ ഇവർ അവരാണെന്ന് സ്കെച്ച് ചെയ്യും. ബന്ധങ്ങൾ ഇല്ലാതാവുകയാണ്. ഇവിടെ സഹോദരങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പേടിയാണ്. ആഭിചാരം ചെയ്തിട്ടുണ്ടോ, അമ്മായിയമ്മ മരുമകൾ ആഭിചാരം ചെയ്തിട്ടുണ്ടോ എന്ന് പേടിയാണ്. അമ്മായിയപ്പൻ മരുമകൻ ആഭിചാരം ചെയ്തിട്ടുണ്ടോ എന്ന പേടിയാണ്. സഹോദരങ്ങൾ പേടിപ്പെടുത്തുകയാണ്. ഇത്തരം ഒരു സാധ്യതയിലെ മറ്റൊരു രീതിയിലാണ് KPCC അദ്ദേഹത്തിന് എതിരുണ്ട് എന്ന് തോന്നുന്ന മറ്റൊരു നേതാവിന്റെ പേര് ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും. 100% പറഞ്ഞിട്ടുണ്ടാവും. ഈ സുധാകരൻ സാർ അദ്ദേഹത്തെ ഇങ്ങനെ ഗോപ്യമായി വാച്ച് ചെയ്താൽ അദ്ദേഹത്തിന്റെ മൂവ്മെന്റ്സിലെല്ലാം എന്തോ കള്ളത്തരം ഉണ്ടെന്ന് തോന്നും. അതുകൊണ്ട് ഇത് 100% ഉറപ്പാണ്. അതായത് ഇപ്പോഴും KPCCയുടെ യോഗത്തിൽ, അതായത് ഇന്ദിരാഭവനിൽ വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നേരെ ഈ ഇപ്പൊ കണ്ടെത്തിയിട്ട് 2-3 വർഷമായി എന്നാണ് തന്ത്രി പറയുന്നത്. അപ്പോൾ നീ എന്റെ വീട്ടിൽ കൊണ്ട് ഇത് കുഴിച്ചിടും അല്ലേടാ എന്ന മട്ടിൽ കുറെ തവണ നോക്കിയിട്ടും ഉണ്ടാകും. തീർച്ചയായിട്ടും അങ്ങനെ നോക്കിയിട്ടുണ്ടാവും. മാത്രമല്ല അദ്ദേഹത്തിന്റെ മൂവ്മെന്റ്സ് ഒക്കെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് തോന്നും, കണ്ട കറക്റ്റാണ് തന്ത്രി പറഞ്ഞത്, ഇവൻ ചെയ്തിട്ട് വന്നിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലയോ, ഒരു ചായ ചിലപ്പോൾ മേടിച്ചു കുടിക്കത്തില്ല. ഇനിയിപ്പോ അതിന് ഈ 3 വർഷത്തിനിടയ്ക്ക് നോക്കിയാൽ എന്തെങ്കിലും ആഹാര സാധനം കൊണ്ട് കൊടുത്താൽ മേടിച്ച് കഴിക്കില്ല. പക്ഷേ നമ്മളിപ്പോ രാഷ്ട്രീയക്കാരെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രീഹരി പത്തനാപുരം. രാഷ്ട്രീയക്കാർ മാത്രമല്ലല്ലോ ഇപ്പോൾ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഇങ്ങനെ എടുത്ത് നമ്മൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു MP, ആ MP-യുടെ വീട്ടിൽ ഇത് കുഴിക്കാൻ പോകുന്നത് മറ്റൊരു MP. എല്ലായിടത്തും, അതായത് മാണിസാറിന്റെ വീട്ടിലും കൂടോത്രമുണ്ടെന്ന് പറഞ്ഞു ചെന്നത് ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിന്റെ പേര് ജേക്കബ് ജോർജ് ഒന്നും പറയാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല, എനിക്കറിയാം. അപ്പോൾ ഈ എല്ലായിടത്തും കാണുന്ന ഒരു സാന്നിധ്യം അത് രാജ്മോഹൻ ഉണ്ണിത്താന്റേതാണ്. അതേക്കുറിച്ച് ബാലകൃഷ്ണൻ പെരിയ പറയുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ യഥാർത്ഥത്തിൽ ഇതിലൊക്കെ വലിയ വൈദഗ്ധ്യമുള്ള ഒരാളാണോ? താങ്കൾക്ക് അറിയാമോ? അദ്ദേഹമല്ല ഇത് എടുക്കുന്നതെന്നേ. അദ്ദേഹം ഒരു വിശ്വാസിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വിശ്വാസിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ബഹുമാന്യനായ രാജ്മോഹൻ ഉണ്ണിത്താൻ സാറിനെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം കേൾക്കുന്നെങ്കിൽ മനസ്സിലാക്കുക, ഇങ്ങനെ ആഭിചാരം ചെയ്തൊന്നും ഒരാളെ തകർക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മോദിയെ ഭാരതം ഭരിക്കുന്ന പ്രിയപ്പെട്ട ആരാധ്യനായ മോദി, അദ്ദേഹത്തിനെതിരെ എന്നാൽ ഇപ്പൊ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിൽ ഇടപെട്ട് കൂടാത്രം ചെയ്തൊക്കെ പരാജയപ്പെടുത്തിയ പോരെ? പിണറായി വിജയൻ അദ്ദേഹത്തെ അങ്ങ് പരാജയപ്പെടുത്തിയ പോരെ? എന്തിനാണ് ഈ ഇലക്ഷനും തെരഞ്ഞെടുപ്പും ഒക്കെ? അപ്പൊ ഇത് നടക്കുന്ന ഒരു കാര്യമല്ല. ഇതൊക്കെ ഇവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഇതിലെ ഏറ്റവും വലിയൊരു അപകടം. പ്രത്യേകിച്ച് ഈ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഇത് പറയുമ്പോൾ അവരെ പിന്തുടരുന്ന സാധാരണക്കാരായിട്ടുള്ള എത്രയേറെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇത് ശരിയാണ് എന്ന് വിശ്വസിക്കും. ചില മാഫിയകൾക്ക് പണം അടിച്ചു മാറ്റാനാണ്. കേവലം ഇത് ഹിന്ദു വിശ്വാസത്തിൽ മാത്രമല്ല സുജയ്യ, എല്ലാ വിശ്വാസങ്ങളുടെയും ഭാഗമായി ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. ആ തട്ടിപ്പുകളിൽ പോയി പാവങ്ങളായിട്ടുള്ള ആളുകൾ ഒരുപാട് പെടുന്നുണ്ട്. ഞാൻ പണ്ട് കുറെ നാൾ മുമ്പ് കേട്ടാണ്, ഒരു പള്ളിയിലച്ഛൻ, അദ്ദേഹം കൂടുപാത്രം എടുക്കുന്ന ആളാണത്രേ. അദ്ദേഹം കോട്ടയത്ത് ഒരു വീട്ടിൽ ചെന്നിട്ട് കട്ടിയുള്ള തറ കുഴിച്ചിട്ട് അവിടുന്ന് ഇതേപോലെ തകിടും കൂടും എടുത്തപ്പോൾ ആ വീട്ടുകാരൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് ഈ കട്ടിത്തറയിൽ വന്നത്, ആര് കുഴിച്ചിട്ടു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ, ദൂരെ എവിടെങ്കിലും കുഴിച്ചിട്ടിട്ട് ഭൂമിക്കടിയിലൂടെ മന്ത്രം ചൊല്ലി ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിക്കാൻ പറ്റുമെന്ന്. ഞാൻ പറയുന്നത് പിന്നെ കേബിൾ കമ്പനിക്കാർ പുള്ളിയെ എടുത്താൽ എവിടെങ്കിലും ഒന്ന് കുഴിച്ചിട്ട് മന്ത്രം ചൊല്ലി ഇത്രയും മാൻ പവറിന്റെ ആവശ്യം വരുന്നില്ലല്ലോ.
മാത്രമല്ല നമ്മുടെ റോഡൊക്കെ വെട്ടിപ്പൊളിക്കാതെ ഈ ജലപദ്ധതികളുടെ ഒക്കെ കൃത്യമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റുമല്ലോ. അതായത് ഒരറ്റത്ത് ഇത് വെച്ചിട്ട് മറുഭാഗത്ത് എത്തട്ടെ ഓം ഗ്രീം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശ്രീ ഹരിപത്തനാപുരം, അതെ, ഒരു കാര്യം കൂടി, അതായത് നമ്മുടെ DK ശിവകുമാർ കർണാടകത്തിൽ ഇരുന്നു കൊണ്ട് ആദ്യം പറഞ്ഞിരുന്നു കണ്ണൂരിൽ മൃഗബലി നടന്നു രാജരാജേശ്വരി ക്ഷേത്രത്തിൽ, പിന്നീട് വിവാദമായപ്പോൾ തിരുത്തുകയൊക്കെ ചെയ്തു, അവിടെ അദ്ദേഹത്തെ നശിപ്പിക്കുന്നതിനായി ചെയ്ത കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹമാണ് ഇതിനൊക്കെ ശരിക്കും തുടക്കമിട്ടത്. അപ്പോൾ എവിടെയെന്നൊന്നുമില്ല, DK ശിവകുമാർ വരെ വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തെക്കുറിച്ചാണ് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയെക്കുറിച്ചോ UP-യെക്കുറിച്ചോ ഒന്നുമല്ല, കേരളത്തെക്കുറിച്ചാണ് ഇപ്പോൾ കൂടോത്രത്തിന്റെ പേരിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ 1 കേരളത്തിന് നാണക്കേടല്ലേ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ കാണിച്ച ഈ സംഭവം? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് വിശ്വാസം വേണം. ഞാൻ തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണ്, ഞാൻ കറകളഞ്ഞ ഒരു ഭക്തനാണ്. പക്ഷെ ഇത്തരം അനാചാരങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടരുത്. അത് സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളെ സാമ്പത്തികമായും മാനസികമായും തകർക്കുന്നതാണ്. മാത്രമല്ല, ഇത് കാണുന്ന ഇതര മതസ്ഥരായിട്ടുള്ള സഹോദര മതസ്ഥരായിട്ടുള്ള ആളുകൾ ചിന്തിക്കും ഹൈന്ദവ ആചാരങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആഭിചാരങ്ങളും ദുർമന്ത്രവാദവും കൂടുപാത്രവും ഒക്കെയാണെന്ന്. അതല്ല ഹൈന്ദവ ആചാരങ്ങളിൽ പറയുന്നത്, ഇതൊക്കെ അനാചാരങ്ങളാണ്. നിർഭാഗ്യവശാൽ ഇതിൽ പോയി വീണത് അറിയപ്പെടുന്ന ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളാണ്. ശരിക്കും അപമാനകരം തന്നെയാണ്. നമ്മൾ നോർത്തിലേക്ക് നോക്കി നമ്മൾ പലതും പറയുമ്പോൾ നമ്മുടെ ഇടയിൽ 3 വർഷത്തിന് മുമ്പാണെന്ന് ഓർക്കണം, ആ DK ശിവകുമാർ എന്ന് പറഞ്ഞ ആളെയും ആ നേതാവിനെയും ആ ഉപമുഖ്യമന്ത്രിയെയും ഇതേപോലെ തന്നെ ഇതേ ആളുകൾ തന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഇതും കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിട്ട് അദ്ദേഹത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയതാണ്. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഇതിൽ നല്ല രീതിയിൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട്. ഈ പറയുന്ന ആളുകൾ, ഈ പരിഹാരം ചെയ്ത ആളുകൾ നല്ല പണം വാങ്ങിയിട്ടുണ്ട്. സുജയ്, ഇത് സാധാരണക്കാരിൽ നിന്ന് തന്നെ 70,000-ഉം 1,00,000-ഉം മേടിച്ച കഥകൾ എനിക്കറിയാം. അപ്പൊ ഇത്ര വലിയ ആളുകളിൽ നിന്ന് എത്ര വാങ്ങിയിട്ടുണ്ടെന്ന് ഒന്ന് പോലീസ് അന്വേഷിച്ചാൽ അങ്ങനെ പണം ഉണ്ടാക്കുന്ന ആളുകളെയും തുറന്നു കാട്ടാം. കാരണം ഇതൊരു തട്ടിപ്പാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ എന്നോട് പറയുകയായിരുന്നു, അങ്ങനെയൊന്നും ഒരു കോഴിത്തല കൊണ്ട് തകർക്കാൻ പറ്റിയ തലയൊന്നുമല്ല ഞങ്ങളുടെ സുജയുടേതെന്ന് പറഞ്ഞ് സിനോജ് എന്ന പ്രേക്ഷകൻ എനിക്ക് ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട്. താങ്കൾ പറഞ്ഞത് കേട്ട് ഞാൻ പേടിച്ചു എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ കേട്ടിരിക്കുന്നവരും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു കാര്യമേയില്ല സുജയ, അതല്ലേ എന്നെയും സുജയൊക്കെ അങ്ങനെയാണെങ്കിൽ എന്നെ തകർക്കാൻ പറ്റുമല്ലോ. പക്ഷെ സുജയ, ഇതിലുള്ള അപകടം ഞാൻ പറയല്ലേ, സാധാരണ വിശ്വാസികൾ ഇതിൽ പോയി പെടും, അവർ വല്ലാണ്ട് ഭയപ്പെടും. നാളെ ഒരാൾക്ക് ഒരു കോഴിത്തലയുണ്ടെങ്കിൽ ഒരു കുടുംബത്തെ ഒന്നാകെ തകർക്കാൻ പറ്റും. ഒരു ക്രിമിനലിന് പണ്ട് ഞാൻ പറഞ്ഞാണ്, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായ 2 പേർ പറഞ്ഞാണ്, അവര് 3 പേർ സുഹൃത്തുക്കളായിരുന്നു. അതിൽ ഒരാൾ പൈസയൊന്നും ഇല്ല എന്നപ്പോ ഇവർ ലോൺ എടുത്ത് അവർക്കൊരു ബിസിനസ് ഇട്ട് കൊടുത്തു. അവൻ ബിസിനസ്സിൽ ഭയങ്കര ഡെവലപ്പ് ആയപ്പോൾ ഇവരുമായിട്ട് തെറ്റി. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്ത് ഇവരെ പറ്റി എന്തൊക്കെയോ കുറ്റം പറഞ്ഞു. അപ്പൊ ഇവർ ഇതിൽ ദേഷ്യപ്പെട്ടിട്ട് ഇവരൊരു കടയിൽ പോയി കോഴിത്തല വാങ്ങി അതിൽ കുറച്ച് ഭസ്മം ഇട്ട് ഒരു ചരടൊക്കെ കെട്ടി ഇവർ കൊണ്ടുവന്ന് അവന്റെ വീടിന്റെ മുറ്റത്ത് രാത്രിയിൽ എറിഞ്ഞു. കൃത്യം 8 മാസം കഴിഞ്ഞപ്പോൾ അവന്റെ ബിസിനസ് തകർന്നു. നമുക്കിത് അറിയാം, അതിൽ കൂടുപാത്രമില്ല. പക്ഷെ എന്താ സംഭവം, ഇവൻ വിശ്വാസി ആയതുകൊണ്ട് പിറ്റേ ദിവസം മുതൽ ഇവന് കച്ചവടം നടന്നില്ലെങ്കിൽ, ഇവന്റെ ഇന്ന് പണം കളഞ്ഞു പോയാൽ, ഇവന്റെ വാഹനം ഒന്ന് ഉരഞ്ഞാൽ എല്ലാം ഇതാണെന്ന് ചിന്തിക്കും. ബഹുമാനനായ സുധാകരൻ സാറിനും ഈ കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹത്തിന് പറ്റിയതും ഇതാണ്. ഇങ്ങനെ ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഒരു അദൃശ്യനായ ശക്തിയെ പേടിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കാര്യങ്ങളിലൊക്കെ ആ ഊർജ്ജസ്വലതയോടുകൂടി നമ്മൾ പണ്ട് കണ്ടൊരു സുധാകരൻ സാർ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആനയൊക്കെ വരുന്നത് പോലെ വന്നൊരു സുധാകരൻ സാർ. അതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, സാർ ആ വിചാരത്തിലൊന്നും തകർക്കാൻ പറ്റില്ല. അങ്ങ് ആ പഴയ പ്രതാപത്തോടു കൂടി തിരിച്ചു വരൂ. ഈ കൊടുത്ത് അപ്പോൾ നമുക്ക് ആ ഒരു പോസിറ്റീവ് നോട്ടിൽ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഹരിപത്തനാപുരം, നമുക്കൊപ്പം ചേർന്നതിന്. ഈ കൂടോത്രം എന്ന് പറയുന്നതൊന്നും കേട്ട് പേടിക്കേണ്ട എന്ന് കോൺഗ്രസ്സുകാരോട് പ്രത്യേകിച്ച് പറയുകയാണ്. ഇനിയിപ്പോൾ തകിടോ കോഴിത്തലയോ മുട്ടയോ എന്ത് കിട്ടിയാലും പേടിക്കേണ്ട, അതൊക്കെ അങ്ങ് പൊട്ടിച്ചങ്ങ് കളഞ്ഞേക്ക്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കൊന്നും നിങ്ങളുടെ മൈൻഡ് പവർ ഉണ്ടല്ലോ, ആ മൈൻഡ് പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ മുന്നിൽ നിന്ന് വരുന്ന ശത്രുവിനെയും പിന്നിൽ നിന്ന് വരുന്ന ശത്രുവിനെയും നമുക്ക് നിഷ്പ്രയാസം മറികടക്കാൻ കഴിയും. മറികടന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ ഉപദേശം.